നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂട് കാലമായിട്ടും ആവശ്യക്കാർ കൂടുതൽ. എ സിക്കല്ല, ഡിമാൻഡ് കാരണം കിട്ടാനില്ലാത്തത് ഈ സാധനത്തിന്. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ ഇൻഡക്ഷൻ കുക്കറുകളുടെ വിൽപ്പന സംസ്ഥാനത്ത് കുതിച്ചുയരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം സംസ്ഥാനത്തെ ഇലക്ട്രോണിക്സ് വിപണന സ്ഥാപനങ്ങളിൽ വിൽപ്പനയിൽ ഒന്നാം സ്ഥാനം ഇൻഡക്ഷൻ കുക്കറുകൾ കരസ്ഥമാക്കി. യുദ്ധം നീണ്ടാൽ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമാകുമെന്ന ഭീതിയിലാണ് ഉപഭോക്താക്കൾ അടുക്കളയിൽ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗം ഉയർത്തുന്നത്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഡിമാൻഡ് കൂടാനുള്ള മുഖ്യ കാരണം കുറഞ്ഞ വിലയാണ്. 999 രൂപ മുതൽ ഓഫർ നിരക്കിൽ ഇൻഡക്ഷൻ കുക്കറുകൾ വിപണിയിലുണ്ട്. വില കൂടുന്നതിനനുസരിച്ച് ഗുണനിലവാരവും കൂടും. 2500 മുതൽ 5000 രൂപ വരെയും വിലയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് ഡിമാൻഡെന്ന് വ്യാപാരികൾ പറയുന്നു. സാധാരണ ഇൻഡക്ഷൻ കുക്കറുകളിൽ അടിഭാഗം നിരപ്പായ സ്റ്റെയിൻലെസ് സ്റ്റീൽ കാസ്റ്റ് അയൺ, ഇൻഡക്ഷൻ കുക്കറിന് വേണ്ടി ഡിസൈൻ ചെയ്ത പ്രഷർ കുക്കർ, പാനുകൾ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം എല്ലാത്തരം പാത്രങ്ങളും വയ്ക്കാവുന്ന ഇൻഫ്രാറെഡ് മോഡൽ ഇൻഡക്ഷൻ കുക്കറുകളും വിപണിയിലുണ്ട്. വൈദ്യുതി ബില്ലിൽ ആശങ്ക. ഇൻഡക്ഷൻ കുക്കറിൻ്റെ അധിക ഉപയോഗം വൈദ്യുതി ബിൽ കുത്തനെ ഉയർത്തുമെന്ന ആശങ്കയും ഉപഭോക്താക്കളിൽ ശക്തമാണ്. ഒരു ദിവസം 2 മണിക്കൂർ പാചകത്തിന് 2000 വാട്ട്സിൽ ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിപ്പിച്ചാൽ 4 യൂണിറ്റാണ് വൈദ്യുതി ചെലവാകുക. ഒരു മാസം 120 യൂണിറ്റ് 1000 വാട്ട്സിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു മാസം 60 യൂണിറ്റ് വൈദ്യുതി. ഓരോ തരം പാചകത്തിനും അതനുസരിച്ച് സ്വിച്ച് ക്രമീകരിച്ച് 400 മുതൽ 2000 വാട്ട് വരെ വാട്ട്സിൽ പ്രവർത്തിപ്പിച്ചാൽ ഉപഭോഗം മണിക്കൂറിൽ 2 യൂണിറ്റിൽ താഴെയായി ചുരുക്കാനാകും. ഒരു ദിവസം 2 മണിക്കൂർ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചാൽ ഒരു മാസം 800 മുതൽ 1000 രൂപയുടെ വർധനവ് വൈദ്യുതി ബില്ലിൽ ഉണ്ടാകും. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.